ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കൂടുന്തോറും ഭാസ്കരന്റെ സ്വഭാവം മാറി നല്ല നിഷ്കളങ്കനായി വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് പുറത്ത് അവരുടെ കൂടെ കിടക്കുന്നത് കണ്ട് ഭാസ്കരൻ സുധീഷിനോട് നിധിയുടെ റൂമിൽ കിടക്കാൻ പറയുന്നു. അത് കേൾക്കേണ്ട താമസം നമ്മുടെ സുധീഷ് പായയും തലയിണയും പുതപ്പുമൊക്കെ എടുത്ത് നിധിയുടെ വാതിലിൽ വന്ന് മുട്ടുന്നുണ്ട്. നിധി ഡോറ് തുറന്നതും അച്ഛൻ പറഞ്ഞു അകത്ത് വന്ന് കിടക്കാൻ എന്ന് പേടിച്ച് പറയുന്നുണ്ട് സുധീഷ്. നിധിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം സുധീഷിന്റെ തൊട്ടു പുറകിൽ തന്നെ ഭാസ്കരൻ നിൽക്കുന്നുണ്ടായിരുന്നു. സുധീഷ് ഡോർ അടച്ച് താഴെ പായ വിരിച്ച് വേഗം പുതപ്പുകൊണ്ട് മുഖം മൂടി കിടന്നു. ഇത് കണ്ട് സുഭാഷ് ചാടി എഴുന്നേറ്റ് അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് എന്നോർത്ത് നിൽക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തതും നിധി സുഭാഷിനോട് ഞാനൊരു വീട് നോക്കാൻ പോയതാ, അത് ശരിയായി എന്ന് പറയുന്നു. അത് കേട്ടതും സുധീഷും സുഭാഷും ഞെട്ടി നിൽക്കുന്നുണ്ട്. നാളെ തന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക എന്ന്. പിന്നീട് നിധി തുണികളൊക്കെ വിരിച്ചിടുകയായിരുന്നു. സുധീഷിനെ കണ്ടതും നിധി ചോദിച്ചു, ആ, ഈ താലി ഞാൻ അഴിച്ചു തരണമല്ലേ എന്ന്. പിന്നീട് നിധി അടുക്കളയിൽ കയറി ദോശ ചുടുമ്പോൾ സുധീഷ് പറയുന്നത് ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യും, എന്നിട്ട് എല്ലാം പഴയതുപോലെ ആകുമെന്ന്. സുധീഷ് ഇതൊക്കെ കേട്ട് കണ്ണടച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവിടേക്ക് നികേഷ് വന്നു. ഇനി സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും കൂടി ഒരു ഏടത്തിയെ കൊണ്ടുവന്നാൽ ഈ വീട് ശരിക്കും ഒരു വീടാകും എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നീട് ബാഗ് പാക്ക് ചെയ്യുന്ന നിധിയെയാണ് കാണിക്കുന്നത്. നിധിയെ സുധീഷ് തന്നെയാണ് ഡ്രോപ്പ് ചെയ്തത്. സുഭാഷും സുധീഷും കെട്ടിപ്പിടിച്ച് കരയുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. നിധി അവിടെ നിന്ന് പോയത് ആർക്കും ഇഷ്ടമായിട്ടില്ല. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുമല്ലോ.